ഇങ്ങനൊരു ന്യൂസ് കണ്ടപ്പം എൻ്റെ ഒരു അനുഭവം എനിക്ക് പറയാൻ തോന്നി. അപ്പോൾ ഈ ന്യൂസ് വിട്ടതിനെ കുറിച്ചോ ഇനി അവിടെ ഉണ്ടായ കാര്യത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് കമ്പനിയാണ് ശരിയല്ല. കുറച്ച് കാലം മുമ്പ് ഇതൊരു പേഷ്യൻ്റെ കൂടെ ഉള്ള ആൾ എന്നെ അന്വേഷിച്ച് വന്നേക്കാണ്. അപ്പോൾ സെക്യൂരിറ്റി നാട്ടിൽ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇവിടെ നിന്ന് കിട്ടിയ മരുന്ന് കഴിച്ചിട്ട് വെറുതെ സൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അയാളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കായിരുന്നു. അപ്പോൾ കാര്യം നോക്കി വന്നപ്പം ഒരു കൂടുതലുള്ള ആൾ വന്നത് ഇതുപോലെ ഒരു ജലദോഷമായിട്ട് വന്നേക്കായിരുന്നു. അപ്പോൾ അവർക്ക് അതിനുള്ള സാധാരണ മരുന്നുകളൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ അവർക്ക് ലാരിഞ്ചൈറ്റിസ് വന്നപ്പോൾ സൗണ്ട് പോയതാണ്. അപ്പോൾ ഇവർ വന്നിങ്ങനെ പറഞ്ഞപ്പം എനിക്ക് അത് കാരണം ഇതുവരെ എൻ്റെ അറിവിൽ അങ്ങനെ സൗണ്ട് പോകുന്ന ഒരു മരുന്നിനെ കുറിച്ച് എനിക്ക് തന്നെ പിടിപാടില്ല. പിന്നെ കൊടുത്തൊക്കെ സാധാരണ മരുന്നുകളാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ സംഭവം ഇങ്ങനെയാണ്. അത് സെക്യൂരിറ്റി വേറെ കാര്യം പറഞ്ഞു, ഇതിനു മുമ്പും ഇതുപോലെ ആൾക്കാർ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും ടെൻഷനായി. ഇനി ഇവിടെ നമ്മുടെ സപ്ലൈയിലുള്ള പ്രശ്നങ്ങളാണ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പം ആദ്യം ഒരു പേഷ്യൻ്റ് ഇതുവരെ വന്നു. അവർക്ക് ഇതുപോലെ സാധാരണ വാൽ ഇൻഫെക്ഷൻ വരുമ്പോൾ സൗണ്ട് സാധനം പോണവർ പോയപ്പോൾ അവരിതുപോലെ ഇവിടുത്തെ മരുന്നിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അവർ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്കും തോന്നി അങ്ങനെ. അപ്പം അതിൻ്റെ പേരിൽ ഇവരും അസ്യൂം ചെയ്തു ഇവരുടെ മരുന്നിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ന്യൂസ് കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുക ഈ മരുന്ന് ഒഴിച്ചാൽ അതിൻ്റെ കാഴ്ച പോകും. എവിടെ ഒഴിച്ചാണോ എങ്ങനെ ഒഴിച്ചെന്നോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം എൻ്റെ അറിവിൽ സറൈൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാകസ്ഥാനം അതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. സാധാരണ ഗോൾഡാണ് ടോൺസിറ്റി ഉള്ളൊരു ലിക്വിഡ്. അത് സാധാരണ കണ്ണിലെങ്കിലും പറ്റി കണ്ണ് കഴുകാൻ വരെ ഉപയോഗിക്കുന്ന സാധനമാണിത്. അതിനെ കൊണ്ട് ഇങ്ങനെ വരുന്നൊന്നും എനിക്ക് തോന്നില്ല. അപ്പം നാളെ ഞാൻ ഇതുപോലെ ഒരു പേഷ്യൻ്റ് വരികയാണ്. അവർക്ക് ഇതുപോലെ മൂക്കടപ്പിൽ ഞാൻ തുള്ളി മരുന്ന് എഴുതി. സാധാരണ ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, കുറച്ച് ഇൻട്രോളക്റ്റ് ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ മരുന്ന് മേടിക്കും, വീട്ടിൽ പോകും. എന്ത് ഈ ഒരു പേരിലാണ് ഒഴിക്കത്തില്ല. ചിലവർ മരുന്ന് ഷോപ്പിൽ വെച്ചിട്ട് പറയാം അയ്യോ ഈ മരുന്ന് വേണ്ട, ഇതിന് പ്രശ്നമുണ്ട്, അപ്പം നിങ്ങൾ വേണ്ടാന്ന് പറയും. ഇനി അതല്ല ചില കാണാൻ പറയൂ ഇത് ഒഴിക്കരുത്, ഇത് ഒഴിച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറയും, വീട്ടിൽ നിന്ന് തന്നെ പറയും. ഇനി അതല്ല കുറച്ച് പ്രശ്നക്കാരായ ആൾക്കാരാണെങ്കിൽ എന്ത് പറയും, അവിടെ മരുന്ന് എഴുതുമ്പോൾ തന്നെ പ്രശ്നമാണ്. സാറിന് ഇത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ, ഇത് അയച്ചു നിങ്ങൾക്ക് അറിയുന്നതല്ലേ, പിന്നെ അങ്ങനെ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ത് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കടപ്പിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൊടുക്കുന്നൊരു സാധാരണ ഒരു പേരുന്നുണ്ട്. അത് ഒഴിച്ചാലും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും. അത് ഒഴിക്കുന്ന നേരത്തെ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു അറിവില്ലായ്മയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ വിവരം നമുക്ക് കിട്ടിയതിനെ കുറിച്ചുണ്ട് ആ ഒരു ആശ്വാസം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് എനിക്കും നഷ്ടമില്ല, നിങ്ങൾക്ക് കുറച്ച് അസൗകര്യം പിടിക്കുക, അത്ര ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം ഗുരുതരമായ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്തിട്ട് നമുക്ക് വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ പവർ നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആകെ നമ്മളെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പറയാനില്ല. അല്ലാതെ പിന്നെ ഒരു ന്യൂസ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാണ്ട് അത് ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ കുറേ ബെസ്റ്റ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ലൈഫ് കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. നമ്മുടെ ഒരു ഇഗ്നോറൻസിനെ മുതലെടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവർ നല്ലപോലെ മുതലെടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടിരുന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുപോലല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ കിട്ടാത്ത ആൾക്കാരാണ്. കറക്റ്റായ സോഴ്സിന് കൃത്യമായ ഇൻഫർമേഷൻസ് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യകത നമുക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്.